പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കെ. സുധാകരനും ഡൽഹിക്ക് പോകും. ഹൈക്കമാൻഡിന് മുന്നിൽ മോൺസൺ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ധരിപ്പിക്കുകയാണ് മുഖ്യ ലക്ഷ്യം. കോൺഗ്രസ് ഈ ഗ്രൂപ്പിന്റെ സമീപകാലത്തെ നിലപാടുകൾ കോൺഗ്രസ് നേതാക്കളെ അറിയിക്കാനും സാധ്യതയുണ്ട്. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട കേസിലെ അറസ്റ്റിനും ജാമ്യത്തിനും തൊട്ടു പിന്നാലെയാണ് വി.ഡി. സതീശനും കെ. സുധാകരനും ഡൽഹിയിലേക്ക് പോകുന്നത്. കേസ് സംബന്ധമായ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ പോലും നിലവിലെ കോൺഗ്രസിന്റെ സ്ഥിതിഗതികളും ചർച്ചയാകും. ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിൽ AI ഗ്രൂപ്പുകളെടുത്ത സമീപനം മുഖ്യ ചർച്ചയാവാനും സാധ്യതയുണ്ട്. കേരളത്തിലെ നിലവിലെ കോൺഗ്രസിന്റെ അവസ്ഥ, കോൺഗ്രസും ഘടകകക്ഷികളും നടത്തുന്ന സമരങ്ങൾ, കോൺഗ്രസ് നേതാക്കളെ തെരഞ്ഞുപിടിച്ച് കേസിൽ ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അവതരിപ്പിക്കുകയാണ് ഇരുവരുടെയും ലക്ഷ്യം. KC വേണുഗോപാൽ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ICC നേതാക്കൾ രാഹുൽ ഗാന്ധി എന്നിവരെ കണ്ട് ചർച്ച നടത്തും. സുധാകരന്റെ അറസ്റ്റും ജാമ്യവും തുടർന്നുണ്ടായ പ്രതിഷേധ പരിപാടികളിൽ A ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കൾ എടുത്ത നിലപാട് CPM മുഖ്യ ആയുധമാക്കുന്നതും ഹൈക്കമാൻഡിനെ ധരിപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പ് നേതാക്കൾ സുധാകരന്റെ അറസ്റ്റിന്റെ പേരിൽ കാര്യമായി പ്രതികരിച്ചില്ല എന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ പരാതി. ഈ പരാതി ശരിവെക്കുന്ന തരത്തിലാണ് CPMലെ മുതിർന്ന നേതാവ് നടത്തിയ പ്രസ്താവന. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സാഹചര്യത്തിൽ ചില നേതാക്കൾ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുമുണ്ട് എന്നാണ് ഇരുവിഭാഗം നേതാക്കളുടെ അനുയായികൾ പറയുന്നത്. അതേസമയം 2 ദിവസം നീണ്ടു നിൽക്കുന്ന ദില്ലി യാത്രയിൽ കേരള സംബന്ധമായ വിഷയങ്ങളല്ലാതെ മറ്റൊന്നും ചർച്ച ചെയ്യില്ല എന്നാണ് നേതാക്കളുമായി അടുത്തു നിൽക്കുന്നവർ പറയുന്നത്. രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് ചർച്ച നടത്തുന്നതിനായി AICC സമീപിച്ചു കഴിഞ്ഞു. അനുവദിക്കുകയാണെങ്കിൽ സോണിയാഗാന്ധിയുമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും വരാൻ പോകുന്ന DCC ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും AICC ഭാരവാഹികളുമായി ചർച്ച നടത്താനും വരുന്ന നാളുകളിൽ LDF സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. എന്നാൽ AI ഗ്രൂപ്പ് നേതാക്കളുടെ മൗനം വളരെ ശ്രദ്ധയോടുകൂടിയാണ് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നോക്കിക്കാണുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.